ആയ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. അത് എല്ലാത്തിനും അതിൻ്റെ ഓപ്ഷൻ താഴെയുണ്ട്. ഓണിന് ഐസൊലേറ്റ് ലെയർ, ഫ്രീസ് ലെയർ എല്ലാത്തിൻ്റെയും അതിൻ്റെ താഴെയായിട്ട് ഓൺ ഓഫ് അങ്ങനെ ആ രീതിയിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഈ ലെയർ പ്രോപ്പർട്ടീസിൽ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ലെയർ പ്രോപ്പർട്ടീസ് പറഞ്ഞ സമയത്ത് ലെയർ ഓണ്, അതുപോലെ തന്നെ ലെയർ ലോക്ക്, സെറ്റ് കറൻറ്റ് എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഡ്രോയിങ്ങിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. അതായത് ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡ്രോയിങ്ങിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. മറ്റുള്ളത് നമുക്ക് ആ ഒരു ലെയർ ഇപ്പോൾ ഒരുപാട് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ 100-ലധികം ലെയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാകും. ആ സമയത്ത് നമുക്ക് ചെയ്യുന്ന ഒരു ഭാഗത്തിലുള്ള ലെയറാണ് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് മാച്ച് ലെയർ. ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ ലെയറുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അത് ഈ ഒരു മാച്ച് ലെയർ തന്നെ ഉപയോഗിക്കണമെന്നില്ല, നോർമൽ MA എന്നുള്ള മാച്ച് കമാൻഡും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ ഡ്രോയിങ് കുറച്ച് ഫാസ്റ്റാക്കാൻ വേണ്ടി ഈ ഒരു കമാൻഡുകളെല്ലാം തന്നെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണുന്ന പോലെ ലെയർ കറൻറ്റ് ചെയ്യാൻ വേണ്ടി LC എന്നും, ലെയർ ഓൺ ചെയ്യാൻ വേണ്ടി ഓൺ എന്നും, ലെയർ ലോക്ക് ചെയ്യാൻ വേണ്ടി ലെയർ LL എന്നുമാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ഡ്രോയിങ്ങിൽ വളരെ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ ഞാൻ അതിന് എഡിറ്റ് ആലിയസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ ഉപയോഗിക്കാം. ലെയർ ഓഫ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് കമാൻഡിൽ യെല്ലോ എന്ന് എൻ്റർ അടിച്ചതിന് ശേഷം സെലക്ട് ചെയ്താൽ മാത്രം മതിയാകും. അടുത്തൊരു ലെയർ ഗ്രൂപ്പിംഗ് ഓപ്ഷനാണ്. ഇവിടെ ലെയർ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കൂടുതൽ ലെയറുള്ള ഒരു ഡ്രോയിങ്ങിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ 100-ലധികം ലെയറുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ലെയർ തന്നെ പ്രോപ്പർട്ടീസ് ഓപ്പൺ ആകാൻ തന്നെ കുറച്ച് ലാഗിങ് ഉണ്ടാകും. അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം. ഇവിടെ ഗ്രൂപ്പ് ചെയ്യുന്നു, ഏത് ലെയറാണ് വേണ്ടത് ആ ലെയറിനെ ആ ഒരു ഗ്രൂപ്പിലേക്ക് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലെയറുകൾ ഉപയോഗിക്കാറുണ്ട്. അത് ഈ രീതിയിൽ ഞാൻ ഒരു ടെസ്റ്റ് ഗ്രൂപ്പ് എന്ന ലെയറിലേക്ക് മൂവ് ചെയ്യുന്നു. ജസ്റ്റ് സെലക്ട് ചെയ്യുക, അതിലേക്ക് മൂവ് ചെയ്യുക. എന്നിട്ട് ആ ഗ്രൂപ്പിനെ സെറ്റ് കറൻറ്റ് ആക്കാൻ വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ലെയർ ഗ്രൂപ്പ് മാത്രം നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഇനി നമ്മൾ ലെയർ പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞാലും ഈ രീതിയിൽ മാത്രം നമുക്ക് അറേഞ്ച് കിട്ടും. 100 ഓഫ് ലെയേഴ്സ് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡ്രോയിങ്ങിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊരു ഉദാഹരണം നോക്കാം, ടെസ്റ്റ് 2. ഇതിൽ കുറച്ച് ലെയർ മാത്രം ഞാൻ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഡയമെൻഷൻ ആ രീതിയിലൊക്കെയുള്ള ഉപയോഗിക്കുന്ന ഡയമെൻഷൻ ഹാച്ച് ആ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആ സെറ്റ് കറൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ആ ഒരു ഭാഗം മാത്രം ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡ്രോയിങ് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ലെയർ പ്രോപ്പർട്ടീസ് പറഞ്ഞ സമയത്ത് ഒരു ഓപ്ഷൻ ഡ്രോപ്പ് ചെയ്തിരുന്നു, ലെയർ ഫ്രീസിങ് ഓപ്ഷന്. അതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഉദാഹരണമായി നമ്മൾ ഒരു ഡ്രോയിങ് ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ആ ഒരു ഡ്രോയിങ്ങിനെ 2 രീതിയിൽ നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഫ്ലോർ ഫിനിഷ് ലേഔട്ട്, അതുപോലെ തന്നെ ഫർണിച്ചർ ലേഔട്ട്. മറ്റുള്ള ലേഔട്ടുകളെല്ലാം തന്നെ കൂടുതലുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. ഇവിടെ ഈ ഒരു ലേഔട്ടിൽ, ഈ ഒരു വ്യൂ പോർട്ടിൽ നമുക്ക് ഉള്ളത് ഒരൊറ്റ ലേഔട്ടാണ്. അതായത് ഫർണിച്ചറും ഫ്ലോറിങ്ങും ഇനി എത്രത്തോളം ഉണ്ടോ, RCP, പാർട്ടീഷൻ, ഇതുപോലത്തെ എത്ര ഉണ്ടെങ്കിലും അതൊരു ഒറ്റ ലേഔട്ടിലാണ് നമ്മൾ മോഡലിൽ വരച്ചിട്ടുള്ളത്. അത് വ്യൂ പോർട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് എത്ര രീതിയിൽ വേണോ കസ്റ്റമൈസ് ചെയ്യേണ്ടത്, അതായത് ഫ്ലോർ ഫിനിഷ്, ഫർണിച്ചർ ലേഔട്ട്, പാർട്ടീഷൻ ലേഔട്ട്, ഈ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. പക്ഷേ മോഡലിൽ അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ലെയർ ഫ്രീസിങ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. വ്യൂ പോർട്ടിലേക്ക് വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ ഫ്ലോർ ഫിനിഷ് ലേഔട്ടിൽ നമുക്ക് ഫർണിച്ചർ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആ ഫർണിച്ചർ ലെയറിനെ ഫ്രീസ് ചെയ്യുന്നു. ഈ ഫ്രീസ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലോർ ഫിനിഷിൽ മാത്രമാണ് അത് ഫ്രീസ് ചെയ്യുന്നത്. എന്നാൽ അടുത്ത ഷീറ്റിൽ ഫർണിച്ചർ ലേഔട്ടിൽ ആ ലെയറിനെ നമുക്ക് കാണേണ്ടതുമുണ്ട്. അതായത് ഫർണിച്ചർ ഇവിടെ കാണേണ്ടതുമുണ്ട്, കാരണം ഇത് ഫർണിച്ചർ ലേഔട്ടാണ്. ഈ രീതിയിൽ നമുക്ക് ഒബ്ജക്റ്റിനെ ഫ്രീസ് ചെയ്യാനും ഹൈഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഫ്രീസിങ് ഓപ്ഷന്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ഫർണിച്ചർ ലേഔട്ട് വേറൊരു ലേഔട്ടും അതുപോലെ തന്നെ ഫ്ലോറിങ് വേറെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഷോപ്പിംഗ് ഡ്രോയിങ്ങിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. പാർട്ടീഷൻ ലേഔട്ട്, RCP ലേഔട്ട്, ഇങ്ങനെ ഒരുപാട് കൂടുതൽ വരുന്നുണ്ട്.
ആ സമയത്ത് എല്ലാം തന്നെ ഓരോ ലേഔട്ടിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായി ഫർണിച്ചർ ലേഔട്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫോളോയിങ് ലേഔട്ടിലെല്ലാം തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം അവിടെ വേസ്റ്റ് ആവുകയും എന്നാൽ തന്നെ കറക്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് കിട്ടണം എന്നും ഇല്ല. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഒരൊറ്റ ലേഔട്ടിൽ ചേഞ്ച് ചെയ്താൽ തന്നെ നമുക്ക് എല്ലാ വ്യൂ പോർട്ടിലുള്ള എല്ലാ ഓപ്ഷൻസുകളും തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആകുന്നതാണ്. അടുത്തതായിട്ട് ലെയർ ഗ്രൂപ്പിംഗ് ഓപ്ഷനാണ്. നമ്മൾ ആ ലെയർ ഗ്രൂപ്പ് പറഞ്ഞ സമയത്ത് വിട്ടുപോയൊരു മറ്റൊരു ഓപ്ഷനാണ്. നമ്മൾ ഡ്രോയിങ്ങിലേക്ക് എക്സ്റ്റേണൽ റെഫറൻസ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ എക്സ്റ്റേണൽ റെഫറൻസിലുള്ള എല്ലാ ലെയറുകളും തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് മാറുന്നതാണ്. എക്സ് റെഫറൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് ലെയർ മാറുന്നതാണ്. നമ്മൾ മുന്നേ പറഞ്ഞ ലെയർ ഗ്രൂപ്പിംഗ് ഓപ്ഷനിലുള്ള മറ്റൊരു ഓപ്ഷനാണിത്. ഈ ഒരു സമയത്ത് നമുക്ക് ഓൾ ലെയറിലാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാകും. കാരണം എക്സ് റെഫറൻസിൽ വളരെ കൂടുതൽ ലെയറുകൾ ഉണ്ടാകും. അതേ സമയത്ത് ഇങ്ങനെ നമുക്ക് ലെയർ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. അടുത്തതായിട്ട് ലെയർ മേക്കിംഗ് എക്സലാണ്. ഇത് ഞാൻ ഡിഫോൾട്ടായിട്ട് ഒരു ഓട്ടോമാറ്റിക് ലെയർ ക്രിയേറ്റിംഗ് എക്സൽ ഷീറ്റിൽ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക യൂട്യൂബിൽ എന്ത് ടൈപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്, ആ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഈ ഒരു ലെയർ ക്രിയേറ്ററാണ് ഞാൻ ഇതിനെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്. കാരണം ഞാനിത് കുറച്ച് മുന്നേ ചെയ്തതായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. കാരണം ഞാൻ വേറൊരു ഫീൽഡിലേക്കാണ് വർക്ക് മാറിയത്. ഞാൻ മുന്നേ ഒരു ലബോറട്ടറി ഫർണിച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ഒരു ബേസിലാണ് ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്ക് ഇത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഹൺഡ്രഡ്സ് ഓഫ് ലെയേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ സീരിയൽ നമ്പറും ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് നമുക്ക് വരുന്നതാണ്. നമ്മൾ ജസ്റ്റ് റൂം നെയിം മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഇവിടെ വരും. ഈ റിസൾട്ട് ഭാഗം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി ഫ്ലോറിൽ FF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന എല്ലാ ലെയറുകളും തന്നെ FF ലെയറിൽ വരും. സീരിയൽ നമ്പറും എല്ലാം തന്നെ ഡിഫോൾട്ടായിട്ട് വരും. കളറും അതുപോലെ തന്നെ ഡിഫോൾട്ടായിട്ട് വരും. കളറൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. കാരണം ഞാനിവിടെ ഹൈഡ് ചെയ്തിട്ടുണ്ട് എന്ത് കളറാണ് വേണ്ടത് എന്നുള്ളത്. ആ കളർ ഇൻഡിക്കേഷൻ നമ്പർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മാത്രം മതി. ശേഷം ഇവിടെ വരുന്ന റിസൾട്ടിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി ചെയ്യുക. ഓട്ടോകളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഓട്ടോകളിൽ വളരെ കുറഞ്ഞ ലെയറേ ഉള്ളൂ. ഈ ഒരു കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ആ ലെയറുകളെല്ലാം തന്നെ ക്രിയേറ്റ് ആയിട്ടുണ്ടാകും. ഇതേപോലെ ഈ ലെയർ മേക്കിംഗ് ഓപ്ഷൻ കൊണ്ട് തൗസൻഡ്സ് ഓഫ് ലെയർ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് എക്സൽ നോളജ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ലിങ്കുണ്ട്. ഡൗൺലോഡ് ചെയ്തിട്ട് ഏതെല്ലാം രീതിയിൽ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യാം ആ രീതിയിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ലെയർ ഓപ്ഷനിൽ ഇത് മാത്രമല്ല റീനെയിം ലെയറിംഗ് ഓപ്ഷൻ ഉണ്ട്, വേർഡ് റീപ്ലേസിംഗ് ഉണ്ട്, ഫോൾഡർ ക്രിയേഷൻ ഉണ്ട്. ഇതെല്ലാം താഴെ ഞാൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. ഓരോ കമാൻഡ് ബേസിലാണ് അതൊക്കെ ഉപയോഗിക്കുന്നത്. CMD മുതലായ കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് ഏത് സമയത്താണ് ഉപയോഗം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ ഒരു ക്ലയൻറ്റ് ഡ്രോയിങ് ഒക്കെ കിട്ടുന്ന സമയത്ത് അതിൽ ഹൺഡ്രഡ്സ് ഓഫ് ഫോൾഡേഴ്സ് ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള ഫോൾഡറുകൾ വളരെ കുറവായിരിക്കും. അത് എങ്ങനെയാണ് സെലക്ട് CMD ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ഫോൾഡറിലാണ് ഒബ്ജക്റ്റ് ഉള്ളത് ആ ഒബ്ജക്റ്റിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കിട്ടാനൊക്കെ നമുക്ക് CMD കമാൻഡുകളൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ആ രീതിയിൽ നമുക്ക് വീണ്ടും ഒരു ക്ലാസ് നമുക്ക് സംഘടിപ്പിക്കാം. അത് നമുക്ക് ഒരു ഓട്ടോകാഡിൻ്റെ ചാപ്റ്ററൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. എന്നിരുന്നാലും ഈ എക്സൽ ഷീറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. അതിനുശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കിനനുസരിച്ചാണ് ഞാൻ മറ്റൊരു ചാപ്റ്റർ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിൻ്റെ ലൈക്കുകളൊക്കെ കുറഞ്ഞ സമയത്താണ് ഞാൻ ഈ ഒരു ഭാഗം വിട്ടിട്ട് മറ്റൊരു ഭാഗത്തേക്ക് പോയത്. അതിനാൽ തന്നെ നിങ്ങളുടെ ലൈക്കിനനുസരിച്ച് അടുത്ത സീരീസും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. അപ്പോൾ നമ്മളിവിടെ ഈ ചാപ്റ്റർ ബൈൻഡപ്പ് ചെയ്യുകയാണ്.